ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഞാൻ ഓർക്കുകയാണ്. സാർ നല്ല നിലയിൽ അത് കൊണ്ടുപോകണം. കാരണം സാമൂഹ്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന പേര് കേട്ടിട്ടൊന്നും ആരും വിറകൊള്ളേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലേക്ക് ജിന്ന പോയതല്ല, ഓടിച്ചതാണ് ജിന്ന്. ഇന്ത്യയിലെ ഭരണാധികാരി വർഗമായി വരാൻ പോകുന്ന പുതിയ ബൂർഷാസിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി ജിന്ന വാദിച്ചത്. അതുവരെ അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിലെല്ലാം ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് വാദിച്ചത്. ചരിത്രം എടുത്ത് വായിച്ചു നോക്കും. ഒറ്റയാണ്. കൂട്ടു ഗവൺമെന്റിൽ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് മത്സരിച്ചിട്ട് അവരെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് അത് അന്നത്തെ ഇന്ത്യൻ ഭരണവർഗങ്ങളിലെ ആകാൻ പോകുന്നവരുടെ ഇടയിൽ ആ ബൂർഷാ വിഭാഗത്തിലുള്ള മുസ്ലിം വിരോധമായിരുന്നു സാർ. എന്നാലും നമ്മുടെ ബംഗാളിലും യു പിയിലും ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം 22 കോടി മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുകയാണ് സാർ, പാകിസ്ഥാനിൽ പോകാതെ. അത് ബംഗ്ലാദേശിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്, പാകിസ്ഥാന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ആ ദേശാഭിമാനികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ പേരിൽ നമ്മുടെ ഒരു കാരണവശാലും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല സാർ. അവർ സോക്കാൾഡ് സെക്യുലറിസ്റ്റുകളെക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് സാർ. അവരെവിടെയെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരുടെ പരിപാടി വർഗീയ കലാപമുണ്ടോ സാർ? 1967 കോൺഗ്രസ് 9 സീറ്റിൽ ഒതുങ്ങിയത് എന്താ? EMS ബുദ്ധിപൂർവ്വം മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തു. മലബാർ കോൺഗ്രസിന് സീറ്റില്ല. ആ കരുണാകരൻ സാറാണ് 9 പേരെ പിന്നെ അധികാരം പിടിച്ചെടുത്തത്. മനസ്സിലല്ലേ? മുസ്ലിം ലീഗിന്റെ പവറാണ് അത്. വെറും മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല സാർ, ഈ രാജ്യത്തെ 22 കോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരാള് ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല നീതി പുലർത്തും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. ഗ്രാമീണ റോഡുകൾക്ക് സാർ ഒരു തുക വകയിരുത്തിയേ പറ്റും. ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു വർഷം 100 കോടി രൂപ വീതം. അമ്പലപ്പുഴയുടെ MLA ജി സുധാകരന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അല്ലേ? മുസ്ലിം ലീഗ് എന്നും മലപ്പുറമെന്നും കേൾക്കുമ്പോൾ ഹാലിളകുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ കൃമികീടങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് കേരള സർക്കാരിൻ്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയുടെ കസേരയിൽ ഇരുന്നിട്ട് പിണറായി വിജയൻ മലപ്പുറത്തെ ഒന്നടങ്കം പരമ പുച്ഛമായിരുന്നു ആ ജില്ലയോട്, മലപ്പുറത്തോട്. പിണറായി വിജയന് പരമ പുച്ഛം. എന്തേ കാരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ, മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന് വല്ലാത്തൊരു വെപ്രാളമാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാ. ആ അസ്വസ്ഥതക്കെതിരെ അമ്പലപ്പുഴയുടെ MLA ജി സുധാകരന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ജി സുധാകരൻ പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. ആ മന്ത്രിയെ വലിച്ചു താഴെ ഇട്ടിട്ട്, മത്സരിക്കാൻ സീറ്റ് പോലും നൽകാതെ വലിച്ചു താഴെ ഇട്ടിട്ട് മരുമോനെ കൊണ്ടുവന്നിരുത്തി ആ കസേരയിൽ. എന്തായിരുന്നു കാരണം? മകള് പറയാണ്, അച്ഛാ ഞാന് അച്ഛൻ്റെ മകളാ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാ. പക്ഷെ എൻ്റെ ഭർത്താവോ എൻ്റെ സ്റ്റാറ്റസുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പുറത്തൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഭർത്താവിൻ്റെ സ്റ്റാറ്റസിൽ ഒരു മാറ്റം വരുത്തണം. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് വെറും ഒരു സാധാ MLAയോ അല്ലെങ്കിൽ ഒരു DYFIയുടെ നേതാവോ CPMന്റെ നേതാവോ ആയാൽ പോരാ, കൊടിവെച്ച കാറിൽ പറക്കുന്ന വ്യക്തിയാകണം. അങ്ങനെയാണ് ജി സുധാകരനെ പിടിച്ച് താഴെ ഇട്ടിട്ട് മരുമോൻ റിയാസിനെ പിടിച്ച് മന്ത്രിയാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ 2 വട്ടം ക്യാബിനറ്റ് ഉണ്ടാക്കി അല്ലേ? ഈ 2 ക്യാബിനറ്റിലെയും ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പിണറായി വിജയനല്ല. മുഖ്യമന്ത്രി ആ കസേരയിലിരുന്ന പിണറായി വിജയനെ പോലും കവച്ചു വെക്കുന്ന രീതിയിലായിരുന്നു ജി സുധാകരന്റെ പ്രവർത്തനങ്ങൾ. ആ മനുഷ്യന് കോൺഗ്രസ്സുകാരനല്ല, ആ മനുഷ്യൻ മുസ്ലിം ലീഗുകാരനല്ല, ആ മനുഷ്യൻ ഇപ്പോഴും കറകളഞ്ഞ സഖാവാ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാ, കറകളഞ്ഞ മാർക്സിസ്റ്റുകാരനാ. അയാൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും പാർട്ടിയുടെ എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല 1-ാം തരം സഖാവാ, 100% സഖാവ്. അതാണ് അയാൾ മാറി നിന്നത്. അയാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസമാ, അയാളുടെ ഉള്ളിൽ യഥാർത്ഥ മാർക്സിസമാ, അയാളുടെ ഉള്ളിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ട്. അയാൾ വായിച്ചിട്ടുണ്ട്, അയാൾ പഠിച്ചിട്ടുണ്ട്, അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കപടന്മാരെ കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അയാൾ മാറിയത്. ഇവരൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് സഖാക്കളൊന്നും സഖാക്കളല്ല, അയാൾ ഒറിജിനൽ സഖാവാ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഈ പറയുന്ന വിജയനെ പോലെയുള്ള ആളുകൾ അംഗീകരിക്കാൻ കഴിയാത്തത്. എന്താണെങ്കിലും സുധാകരൻ്റെ വാക്കുകൾ അത് വളരെ വിലപ്പെട്ടതാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ അറിയാത്ത ഭാഷയിൽ ഡൽഹിയിൽ പോയിട്ടൊരു അഭിമുഖം കൊടുത്തു അല്ലേ? ആ അഭിമുഖമാണ് മലപ്പുറത്തിനെതിരെ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. VS അച്യുതാനന്ദനൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരുന്നതിന് ഒരു ഗ്യാപ്പ് വന്നിട്ട് മലപ്പുറത്തിനെതിരെ, മലപ്പുറത്തിൻ്റെ മക്കൾക്കെതിരെ, മലപ്പുറത്തെ ജനങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെയൊക്കെയുള്ള അധിക്ഷേപങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നതായിരുന്നു. പിന്നീട് വീണ്ടും അത് കണ്ടിന്യൂ ആകുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഈ അറിയാത്ത ഭാഷയിൽ ഡൽഹിയിൽ പോയിരുന്നിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു അഭിമുഖമായിട്ട് ഹിന്ദുവിൽ വന്നു, ദ ഹിന്ദുവിൽ പത്രത്തിൽ. അന്ന് മുതൽ അത് പിണറായി വിജയൻ അവിടെ നിന്ന് തീ കൊളുത്തി. മാലപ്പടക്കത്തിന്, മലപ്പുറത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളുടെ മാലപ്പടക്കത്തിന് പിണറായി വിജയൻ തീ കൊളുത്തി ഡൽഹിയിൽ വെച്ചിട്ട്. മനസ്സിലായില്ലേ? എന്തിനധികം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ദ കേരള സ്റ്റോറി ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഇറങ്ങി കേരളത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, കേരളത്തിലെ മുസ്ലിമിനെ അധിക്ഷേപിച്ചുകൊണ്ട്. കേരളം എന്താണെന്ന് അറിയാത്തവൻ, കേരളത്തിൻ്റെ മതേതരത്വവും കേരളത്തിൻ്റെ മുസ്ലിമിനെയും കേരളത്തിൻ്റെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അറിയാത്തവൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇറക്കി. എന്നിട്ട് ഈ നോർത്ത് ഇന്ത്യൻ ചെറ്റകളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പടം പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മലപ്പുറത്തിനെതിരെ, മലപ്പുറത്തെ മുസ്ലിം ലീഗിനെതിരെ, മലപ്പുറത്തിൻ്റെ മക്കൾക്കെതിരെ, മലപ്പുറത്തിൻ്റെ ജനങ്ങൾക്കെതിരെ വിദേശങ്ങളുടെ മാലപ്പടക്കത്തിന് ഒരു ഗ്യാപ്പിന് ശേഷം പിണറായി വിജയൻ തീ കൊളുത്തി. എന്നിട്ടോ ആ കൊളുത്തിയ തീ, ആ ഒരു കൊളുത്തിയ തീ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ഈ വെടിക്കെട്ടൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പടക്കങ്ങളൊക്കെ നിരത്തി വെച്ച് അതൊക്കെ കൃത്യമായി സജ്ജീകരിച്ച് നട്ടപ്പാതിരയാകുമ്പോൾ ഒരാൾ ഒരു തീക്കൊള്ളിയുമായിട്ട് വന്നിട്ട് ഒരു തലക്കുന്ന് അങ്ങ് തീ കൊളുത്തി തുടങ്ങും അല്ലേ? പിന്നെ അങ്ങോട്ട് പൊട്ടലാണ്, പൊട്ടി അങ്ങോട്ട് തെറിക്കും അല്ലേ? അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി ഒരാൾ ഒരു തീക്കൊള്ളിയുമായിട്ട് വരും. അതുപോലെ മലപ്പുറത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളുടെ മാലപ്പടക്കത്തിന് പിണറായി വിജയൻ അതിന് തീ കൊളുത്താൻ വേണ്ടി കൊണ്ടുവന്ന തീക്കൊള്ളി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ, ഒരു കൊലയാളിയുടെ, ഒരു ഫ്രോഡിൻ്റെ, ഒരു വർഗീയവാദിയുടെ കയ്യിലേക്ക് ആ തീക്കൊള്ളി അങ്ങോട്ട് കൊടുത്തു പിണറായി വിജയൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സഖാവ് ഒരു സംഘ് പരിവാറുകാരൻ്റെ കയ്യിലേക്ക് ആ തീക്കൊള്ളി കൊടുക്കുക. എന്നിട്ട് ആ സംഘ് പരിവാറുകാരനോട് ഈ സഖാവ് പറയാ, സോ കോൾഡ് സഖാവ്. അതാണ് ജി സുധാകരന്റെ വാക്കുകൾ. നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കണം. കാരണം ആ മനുഷ്യൻ നല്ല ബോധമുള്ള ചങ്ങാതിയാ. അയാളുടെ വാക്കുകൾ ഓരോന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. സോ കോൾഡ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന സോ കോൾഡ് സഖാവ് സംഘ് പരിവാറിന്റെ വിഷജന്തുവിന്റെ കയ്യിലേക്ക് ആ തീക്കൊള്ളി അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് കത്തിക്ക്, പൊട്ടിത്തെറിക്കട്ടെ, അപകടങ്ങൾ ഉണ്ടാവട്ടെ, തീ ആളി പടരട്ടെ, നിന്റെ ദേഹത്ത് ഒരു കനൽ തരി പോലും വീഴാതെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം എന്ന് ഈ സോ കോൾഡ് സഖാവ് പിണറായി വിജയൻ ആ സംഘ് പരിവാറുകാരനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാ പിണറായി വിജയൻ കൊളുത്തിയ തീ പിന്നീട് അങ്ങോട്ട് ഞാനായിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കൊലയാളി വർഗീയവാദി ഏറ്റുപിടിച്ചത്. മനസ്സിലായില്ലേ? പിന്നീട് നമ്മൾ കണ്ടതോ അതിനേക്കാൾ ലജ്ജാകരമായ കാര്യം. പിണറായി വിജയൻ തുടങ്ങി വെച്ചതിനെ ഏറ്റുപിടിച്ച് മുന്നിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്രിമിനൽ നടന്നപ്പോ, മലപ്പുറത്തിനെതിരെ വിദേശത്തിന്റെ വിത്തുകൾ തുപ്പിക്കൊണ്ടേയിരുന്നപ്പോ അതിനെ ഏറ്റുപിടിക്കാൻ സജി ചെറിയാനും കടകംപള്ളി സുരേന്ദ്രനും അടങ്ങിയ
വിജയരാഘവനും AK ബാലനും കൂടിയുള്ള നല്ല ഒന്നാം തരം സോക്കോൾഡ് സഖാക്കൾ വരി നിന്നു. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മൂലം കടച്ചില്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മൂലം കടച്ചിലാ ഇവറ്റകൾക്കൊക്കെ ഉണ്ടായത്. അതാണ് ഇപ്പൊ G സുധാകരൻ പറയുന്നത്. മുസ്ലിം ലീഗിനെ നിങ്ങളങ്ങനെ അത് കാണുമ്പോൾ നിങ്ങൾക്കാർക്കും വലിയ കുരുപൊട്ടലൊന്നും വേണ്ട. ഈ പാർട്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി മാത്രം പോരാടിയതാണ് അല്ലേ? ആലപ്പുഴയിലെ കണിച്ചിക്കൊളങ്ങരയിലെ ബ്ലേഡ് മാഫിയ കൊണ്ട് സാധാരണക്കാരൻ്റെ കഴുത്തറുത്തുണ്ടാക്കിയ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കുരക്കുന്നതല്ല മലപ്പുറം. മലപ്പുറത്ത് അറിയണമെങ്കിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വാ. മലപ്പുറത്ത് അറിയണമെങ്കിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട് ഒന്ന് അന്വേഷിക്കേ. നിങ്ങൾ എന്നിട്ട് അവരോട് പറ, അവരിവിടെ വീട് വെച്ച്, ഇവിടെ സ്ഥലമുണ്ട്, അവർക്കിവിടെ വീടുണ്ട്, അവരിവിടെ സ്ഥാപനങ്ങളുണ്ട്, അവർക്കിവിടെ ജോലിയുണ്ട്, അവരിവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ചതിന്റെ പേരില് അവരുടെ ദേഹത്ത് ഒരു പിടി മണ്ണ് പോലും, ഒരു തരി മണ്ണ് പോലും വീണിട്ടില്ല. ഒരു തരി മണ്ണ് പോലും വീണിട്ടില്ല എന്ന് മാത്രമല്ല, അവരങ്ങനെ ഒരു സുരക്ഷിത ഇടത്താ ജീവിക്കുന്നത്. നിങ്ങൾ ആ മനുഷ്യരോട്, മലപ്പുറത്തെ ഹൈന്ദവരോട്, മലപ്പുറത്തെ ക്രൈസ്തവരോട്, മലപ്പുറത്തെ മതമില്ലാത്തവനോട് നിങ്ങളൊന്ന് പറ, നിങ്ങൾക്ക് വരൂ, ഒരു 2000 സ്ക്വയർ ഫീറ്റ് ലക്ഷറി വില്ല നിങ്ങൾക്ക് ദാനം ചെയ്യാം. നിങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്ന് ഞങ്ങൾ തരുന്ന മറ്റെവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഞങ്ങൾ തരുന്ന വീടുകളിൽ നിങ്ങൾ താമസിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ലക്ഷറി വില്ല നിങ്ങളുടെ പേരിൽ എഴുതി തരാം. മലപ്പുറം വിട്ട് വരണമെന്ന് ഈ മലപ്പുറത്തെ സഹോദരങ്ങളോട് പറഞ്ഞാൽ അവർ നോ പറയും. കാരണം അത്രമാത്രം ഒരു സാമൂഹിക സുരക്ഷയുള്ള ഒരു അന്തരീക്ഷത്തിലാ ഇവിടുത്തെ മക്കള്, ഇവിടുത്തെ ജനങ്ങള്, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, മുസ്ലിം ആവട്ടെ, ആരുമാവട്ടെ, അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ, അവന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുത്തന്റെയും ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീണിട്ടില്ല. മനസ്സിലായില്ലേ? G സുധാകരൻ പറയുന്ന വാക്കുകൾ അത്ര ചെറിയ വാക്കുകളല്ല. മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങ് മൂലം കടയേണ്ട. സുധാകരൻ ഈ പറയുന്ന നിയമസഭക്കകത്തായത് കൊണ്ടാ കുറച്ച് വാക്കുകൾ, പാർലമെന്ററി വാക്കുകൾ മാത്രമല്ലേ, അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ ചട്ടം. അപ്പം അദ്ദേഹം അതുകൊണ്ട് ആരും വിറകൊള്ളണ്ട എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ പറയുന്നതാണ് ഇതിൻ്റെ വാക്ക്. പിണറായി വിജയനാണെങ്കിലും കൃമികീടങ്ങൾക്കാണെങ്കിലും അങ്ങനെ മൂലം കടച്ചിലൊന്നും എടുക്കണ്ട. ഈ മലപ്പുറത്തെ മണ്ണും മലപ്പുറത്തിൻ്റെ പേരും മലപ്പുറത്തെ മക്കളെ പേരും മലപ്പുറത്തെ ജനതയും മലപ്പുറത്തെ പാർട്ടിയും മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആർക്കും മൂലം കടച്ചിലെടുക്കണ്ട. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കാണിച്ച അനീതി മലപ്പുറത്തിൻ്റെ മണ്ണിനോട്. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി വരുന്ന മക്കൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഡിഗ്രിക്ക് പോകാനല്ല, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയിൽ ഈ ജില്ലയെ അങ്ങ് പരമ പുച്ഛമാ. ആരെന്ത് പോയി പറഞ്ഞാലും ഒരു പുച്ഛം, വല്ലാത്ത പുച്ഛം പിണറായി വിജയന് അല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വയനാടിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഞങ്ങൾ 100 വീടുകൾ, 100-ലേറെ വീടുകൾ ഞങ്ങൾ പണിയും. മുസ്ലിം ലീഗ് ക്രൗഡ് ഫണ്ടിങ് നടത്തി 10-40 കോടി രൂപയോളം പിരിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ഞാൻ സ്ഥലം തരാം, സർക്കാർ സ്ഥലം തരൂ. പിണറായി വിജയൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്തുനിന്ന് കൊണ്ടുതരാമെന്നല്ല, സർക്കാർ സ്ഥലം തരാൻ, നിങ്ങൾ വീട് പണിതോ. ശരി, അങ്ങനെ ആവട്ടെ. ലീഗും കരുതി എന്താ അങ്ങനെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണിയാൻ ഉദ്ദേശിച്ചതിലും ഒരു 10 വീട് കൂടുതലുണ്ടാക്കാം. ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. നടന്നു. ആദ്യ മാസം കഴിഞ്ഞു, 2ാം മാസം കഴിഞ്ഞു, 3ാം മാസം കഴിഞ്ഞു, 4ാം മാസം കഴിഞ്ഞു, 5ാം മാസം കഴിഞ്ഞു, 6ാം മാസം കഴിഞ്ഞു. പിണറായി വിജയനെ കണ്ടു, റവന്യൂ മന്ത്രിയെ കണ്ടു, മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി, റവന്യൂ സെക്രട്ടറിയെ കണ്ടു, എല്ലാവരെയും കണ്ടു. എവിടെ സ്ഥലം
തരാം 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 തരാം, നാളെ 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 നാളെ, നീള 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 നീള. എന്തായിരുന്നു കാരണം? മുസ്ലിം ലീഗുകാരൻ വീട് വെക്കാൻ പോകുന്നു, കൊടുത്തില്ല. 6 മാസം പിന്നിട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സംഭവം പിടികിട്ടി. ഇത് തരാനല്ല, ഇത് നമ്മളെ ചുറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ. വിജയനെ വിറ്റ കാശ് പോക്കറ്റിലുള്ളവനാ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ശരി, നിങ്ങളുടെ സ്ഥലം വേണ്ട. വാങ്ങി വയനാട്ടില് വീട് വെച്ചു. 2026 ഫെബ്രുവരി അവസാനം ആ വീടിന്റെ താക്കോല് കൊടുത്തു, ഫെബ്രുവരി 25-ന്. എന്നിട്ട് വൈകുന്നേരം ഒരു ഇഫ്താർ, ഒരു വിരുന്നൊരുക്കി ആ ടൗൺഷിപ്പില്. അന്ന് വൈകുന്നേരം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ആ ദുരിതബാധിതർക്ക് ആ മണ്ണില്. എല്ലാം വന്നു, കട്ടില് വന്നു, കിടക്ക വന്നു, ഡൈനിങ് ടേബിൾ വന്നു, കസേര വന്നു, ക്ലോക്ക് വന്നു, മിക്സി വന്നു, പാത്രങ്ങൾ വന്നു, എന്ന് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാം വന്നു. എന്തിന്? തലയിണയും തലയിണയിടാനുള്ള കവറടക്കം വന്നു. അങ്ങനെ എല്ലാം സജ്ജീകരിച്ചു. ഫാനും കറണ്ടും വെളിച്ചവും വായുവും വഴിയും വെള്ളവും എല്ലാം സജ്ജീകരിച്ചു, കൊടുത്തു. ഫെബ്രുവരി 25-ന് താക്കോല് കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളൊരു വർത്താനം പറഞ്ഞു, ലീഗുകാരാ, നമ്മളത് കഴിഞ്ഞു, ഇനി ഇത് നമ്മൾ നിർമ്മിച്ചു നൽകി എന്നുള്ള പേരില് ഈ മണ്ണിലേക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ഒരുത്തനും കാലുകുത്തരുത്, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. അപ്പോ ലീഗ് വീട് നിർമ്മിച്ച് നൽകിയപ്പോഴും, അത് കൊടുത്തപ്പോഴും, അത് കിട്ടിയപ്പോഴും അവിടെ മുണ്ടക്കയിലെ ചൂരൽമലയിലെ പുഞ്ചിരി മറ്റത്തെ മനുഷ്യരുണ്ടായത്. ആരുണ്ടായി? ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് മുണ്ടക്കയിലെ ചൂരൽമലയിലെ പുഞ്ചിരി മറ്റത്തെ മനുഷ്യര്. മുസ്ലിം ഉണ്ടായില്ല, ഹിന്ദു ഉണ്ടായില്ല, ക്രൈസ്തവനുണ്ടായില്ല, മനുഷ്യരുണ്ടായി. അവര് കയറിക്കടന്നു ആ വീട്ടില്. ഈ സാമൂഹ്യ നീതിയുടെ പര്യായമാണ് മുസ്ലിം ലീഗ്. കേൾക്കുമ്പോൾ വല്ലാത്ത മൂലം കടച്ചലാ വിജയന്റെ ക്രിമികീടങ്ങൾക്ക്. അത് വേണ്ട കേട്ടോ, അത് വേണ്ട. ചരിത്രം പഠിച്ചില്ലെങ്കിൽ പഠിക്കണം. പ്രവർത്തനങ്ങളും സേവനങ്ങളും കണ്ടില്ലെങ്കിൽ കാണണം കണ്ണിറയെ. അതാണ് ജി സുധാകരൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോ റിസൾട്ട് മെയ് 4-ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ ജി സുധാകരൻ വന്നു പാണക്കാട്ടെ തറവാട്ടില്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 19 വയസ്സുള്ള മനുഷ്യനാ. ജീവിതത്തിൽ 16-ാം വയസ്സിലെങ്ങാനും രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് പൊതുമധ്യത്തിൽ ഇറങ്ങിയ മനുഷ്യനാ. ഇന്ന് വരെ മലപ്പുറത്ത് വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. 75 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും പാണക്കാട്ട മുറ്റത്തെത്തിയില്ല. പക്ഷേ 2026 മെയ് 4-ന് റിസൾട്ട് വന്നപ്പോ ഓടിയെത്തി പാണക്കാട്ട മുറ്റത്തേക്ക്. ഈ സാമൂഹ്യ നീതിയുടെ പര്യായമായ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുറ്റത്തേക്ക് ഓടിയെത്തി ജി സുധാകരൻ. എന്തേ കാരണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങനെ കുരു പൊട്ടണ്ട, ആരും അസ്വസ്ഥതപ്പെടേണ്ട.